മക്കളെ നമ്മുടെ +1 കൊമേഴ്സിന്റെ മോഡൽ എക്സാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മാരത്തോണിലും നമ്മളൊരു കണ്ടന്റ് വീഡിയോ കൊടുത്ത് അതിനകത്തെയും ദെൻ ബൂസ്റ്ററിലെയും ക്വസ്റ്റ്യൻസ്, ബൂസ്റ്ററിലെ അല്ല, ഈ 2 ബൂസ്റ്റർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പറഞ്ഞായിരുന്നു. ഈ 2 ഏകദേശം മാരത്തോണും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് വീഡിയോ കണ്ടവർക്ക് മാത്രം എന്താണ് ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടന്റ് വീഡിയോ മാത്രം കണ്ടാലും എന്താണ് ഏകദേശം ഒരു 55, നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 50 തൊട്ട് 55 വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും ഇടാൻ എനിക്ക് സമയമില്ല, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല. കാരണം അത്രയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് അതേ പറഞ്ഞ രീതി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിൻ്റെ 21ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ആ ക്വസ്റ്റ്യൻ അതേപടി നോക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, അതായത് പ്രോഗ്രാം റിട്ടേൺ ബൈ one person may need to modify by some other person in future. ഓക്കെ, ദാണ്ട നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. നമ്മൾ പഠിപ്പിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ദാണ്ട അത് തന്നെ അല്ലേ, അത് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചത്. നമ്മുടെ കണ്ടന്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടന്റ് വീഡിയോ 55 മാർക്കിന് 50 ക്വസ്റ്റ്യൻ 55 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും കുറേ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യനെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ അതേപടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദാണ്ട അതേ ഒരു കീവേഡ് പോലും മാറ്റാതെ അതേപടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു മാറ്റമില്ല. ഇത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല കേട്ടോ. യെസ്, ഇവിടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ ഇഫ് 1041 ബേസ് 2 നമ്മളെ ബേസ് 8 ബേസ് 16 സിയിലോട്ടും കൺവേർട്ട് ചെയ്യും. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമ്മൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടന്റ് വീഡിയോയിൽ കണ്ടന്റ് വീഡിയോയിലെ മെഗാ മാരത്തോണിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപടിയുള്ള ക്വസ്റ്റ്യൻ. ഒരു നമ്പർ മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറ്റമില്ല കേട്ടോ. നമ്പർ മാത്രം മാറി. ഓക്കെ, നമ്പർ നമുക്ക് അതേപോലെ പറ്റത്തില്ല, കാരണം ക്വസ്റ്റ്യൻ നമ്മളല്ലല്ലോ. നമ്പർ അതേപോലെ, നമ്പർ ചെറുതായിട്ട് മാറ്റിയതുള്ളൂ. ബാക്കിയെല്ലാം ബേസ് 8 ബേസ് 16 ബേസ് 10 കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ തന്നെ വന്നത്. ഒരു മാറ്റമില്ല കേട്ടോ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം. റീറൈറ്റ് യൂസിങ് സ്വിച്ച് ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യുക. ഇവിടെ നോക്കാം. നമുക്കിവിടെ ഇതെന്താ മക്കൾ, ഇതിനെ സ്വിച്ചിലോട്ട് റീറൈറ്റ് ചെയ്യുക. ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് പഠിപ്പിച്ചു, ഇതിനെ റീറൈറ്റ് ചെയ്യുക, സ്വിച്ച് ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യുക. എന്താ LCP തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതേ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാറ്റം, ചെറിയൊരു വേരിയബിൾസും കാര്യങ്ങളും മാത്രമേ മാറ്റമുള്ളൂ. വേറെ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ സ്വിച്ചിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചാണ്. അത് തന്നെ എടുത്ത് ചോദിച്ചു. നെക്സ്റ്റ് മക്കളെ, ഈ പറഞ്ഞൊരു ഫ്ലോ ചാർട്ട് ഡ്രോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിലൊരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ പറയുകയാണ്. എവിടെ വെക്കാം, ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിപ്പിച്ചാണ്. ഒരു ഫ്ലോ ചാർട്ട് തന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു നമുക്ക് പ്രെഡിക്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോഗ്രാം കോഡ് അൽഗോരിതം. എന്നിട്ട് ഒരു അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനുള്ളൊരു ഐറ്റം പഠിപ്പിച്ചു. അത് നമുക്ക് വളരെ ടഫായിട്ടുള്ള അൽഗോരിതമാണ് ഫ്ലോ ചാർട്ട് വരപ്പിച്ചത്. അപ്പോൾ എന്താ മക്കളെ, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്ന നമ്മളെ വളരെ താഴത്തെ ലെവലിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കും. സോ മക്കളെ, എന്ത് ചെയ്യാൻ ഞാൻ ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ സൈലത്തെ ടെസ്റ്റ് ചെയ്യുക. അഥവാ സൈലം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിപ്പിക്കുക എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ പഠിപ്പിക്കുന്നത് ചോദിക്കത്തുള്ളൂ കേട്ടോ. അതിനുള്ള തെളിവ് മാത്രമാണ്, അല്ല വേറൊന്നുമല്ല കേട്ടോ. അതിനുള്ള തെളിവ് മാത്രമാണിത്, അല്ലാതെ വേറൊന്നുമല്ല. സോ എന്ത് ചെയ്യാം മക്കളെ, ഇനിയുമുണ്ട് റാമോ ഡിഫറൻസ് അതേപോലെ എടുത്ത് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട്. ഇനിയുണ്ട്. ഞാൻ കുറേ ഒന്നും ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഇടാത്ത കേട്ടോ. യെസ്, ദെൻ നമ്മുടെ ഈ പറഞ്ഞ നെറ്റ്വർക്ക് ടേംസ്, നോഡ്, ബാൻഡ് വിത്ത് നോയ്സ്. നമ്മൾ ബാൻഡ് വിത്ത് നോയ്സ് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. പക്ഷേ അത് പഠിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ നോഡിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, നെക്സ്റ്റ് വെക്കാം. നമ്മളെ ഒരു C++ കോഡ് തന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് പഠിപ്പിച്ചു. ഇവിടെ ഔട്ട്പുട്ട് നമ്മൾ എഴുതാൻ പഠിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് ഇതിന്റെ കമ്പോണൻസ്, അഥവാ എലമെന്റ്സ്, അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പോണൻസ് കേട്ടോ. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പോണൻസ് തന്നെ. എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിപ്പിച്ചു. ഓക്കെ, അതെല്ലാം എന്താണ് മക്കളെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് മക്കളെ ഞാൻ പറയുന്നത്, എനിക്ക് ഇനി എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറയും, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സൈലത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻസ് പോലും സൈലത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അവിടെ കമന്റ് ബോക്സിൽ നിന്നിട്ട് പറയാൻ പറ്റും കേട്ടോ. സോ എന്ത് ചെയ്യും മക്കളെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചതല്ല താനും, കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചുള്ളൂ. സോ എന്ത് ചെയ്യും മക്കളെ, ഇനിയുള്ള ലൈവുകളിലും സൈലത്തെ ടെസ്റ്റ് ചെയ്ത് പഠിച്ചിരിക്കുക. ഇനിയുള്ള ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ റാപ്പിഡ് റിവിഷൻ വരുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ യുവ +1 ബാച്ചിൽ റാപ്പിഡ് റിവിഷൻ വരുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ലൈവുകൾ വരുന്നുണ്ട് മക്കളെ. എല്ലാം നമ്മളെ സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണുക മക്കളെ. അപ്പോൾ സൈലത്തെ ട്രസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷ നല്ല ഉന്നത വിധം കൈവരിക്കാൻ പറ്റിയിരിക്കും. പിന്നെ മക്കളെ പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ ഒരു കൺവേർഷന്റെ ക്വസ്റ്റ്യൻ.
അപ്പോൾ ഈ കൺവേർഷൻ ക്വസ്റ്റ്യന് പിള്ളേർ പലപ്പോഴും പറയാൻ സാറേ എനിക്ക് ലൈവിൻ്റെ അഥവാ പരീക്ഷയുടെ തലേന്ന് തൊട്ട് പറയാറുണ്ട് സാറേ എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ മനസ്സിലാവുന്നില്ല എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. നമ്പർ കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് നമ്പർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്പർ കൺവേർഷൻ അറിയാത്തവർ നമ്മുടെ ഈ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. ഏറ്റവും ഫസ്റ്റ് ഈ വർഷമുള്ള ഫസ്റ്റ് ക്ലാസ് എടുത്ത് നോക്കിയാൽ അത് 2023-24 ക്ലാസ്സിൽ 2024-25 തോന്നുന്നത് 2024-25 ക്ലാസ് എടുത്ത് നോക്കുക. ഫസ്റ്റ് ക്ലാസ് എൻ്റെയാണ്, അഥവാ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. അതൊന്ന് എടുത്ത് നോക്കുക. അതിനകത്ത് മക്കൾ എന്തുവാടാ വിശദമായിട്ട് ഈ ചാപ്റ്റർ വ്യക്തമായിട്ട് 2-3 പാർട്ടിലാണ് ഈ ചാപ്റ്റർ പഠിപ്പിച്ചേട്ടോ. അപ്പോൾ വിശദമായിട്ട് കൺവേർഷൻ കൊടുത്തേപ്പോണ്ട് അത് അറിയത്തില്ലെങ്കിൽ പഠിച്ചിട്ടിരിക്കുക. ഇനി അഥവാ നമ്മുടെ ഫൈനൽ എക്സാമിന്റെ മാരത്തോണും സൂപ്പർ 60 ഒക്കെ വരുമ്പോഴും അതിന്റെ എക്സാം തലേന്നിട്ടാണ് അത് അറിയത്തില്ല ഇത് അറിയത്തില്ല എന്ന് പറയില്ല. അപ്പോൾ അത് ആ കോൺസെപ്റ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ പറയുന്നത് കേട്ടോ. സോ ഒരിക്കലും മക്കൾ എന്താണ് അത് ഇത്രയും ഇൻഡെപ്തി കയറി പഠിപ്പിക്കാനുള്ള സമയം എന്താണ് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ കാണത്തില്ല. അതുകൊണ്ട് മക്കൾ എന്താണ് എല്ലാ കാര്യം കോൺസെപ്റ്റ് കൃത്യമായിട്ട് ഇനിയും പഠിക്കുക, ഒന്ന് വൃത്തിയായിട്ട് പഠിക്കുക, തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാം. നമ്മളെ കൊണ്ട് പറ്റിയിരിക്കും. നമ്മളെ കൊണ്ട് ഫുൾ മാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ഫൈനൽ എക്സാം മേടിച്ചിരിക്കും. അതിൽ ഉറപ്പാണ്. ട്രസ്റ്റ് സൈലം എന്ന് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. ട്രസ്റ്റ് സൈലത്തെ ടെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വിജയം നല്ല രീതിയിൽ കൈവരിക്കാനും പറ്റിയിരിക്കും. അതിലൊരു മാറ്റമില്ല. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്.